മക്കളെ നോക്കുന്നില്ല, അതിന്റെ വിഷമം താങ്ങാതെയാണ്. പക്ഷെ ഈ മരണം ആവശ്യമില്ലാത്ത ഒരു മരണമായിപ്പോയി. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ആർക്കും അറിയാൻ പറ്റില്ല. എന്താണ് അപ്പോഴുണ്ടായ പ്രചോദനമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് ഈ ബാലചന്ദ്രനെ മാനസികമായിട്ട് തളർത്തിയ. ബാലചന്ദ്രന് ഭാര്യ ജയലക്ഷ്മിയെ ജീവന്റെ ജീവനായിരുന്നു. ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റാത്ത അത്ര സ്നേഹം. ഒരു നാൾ ബാലചന്ദ്രൻ ആ തീരുമാനമെടുത്തു, ഭാര്യയെ ഇല്ലാതാക്കണം. അതിനയാൾ കണ്ടെത്തിയത് ഒരു വല്ലാത്ത വഴിയായിരുന്നു. എന്തിനായിരിക്കാം അയാൾ ഭാര്യയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത്? ചിലരൊക്കെ ഇതൊക്കെ നമ്മൾ ഇപ്പം ഇവിടെ പത്രം വാർത്ത ഇതിലൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല. പലരും വരുമ്പോൾ പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മക്കളെ നോക്കുന്നില്ല, അതിൻ്റെ വിഷമം താങ്ങാതെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നൊക്കെയാണ്. കാര്യം അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോഴാണ് അതിനെക്കാട്ടിലും സങ്കടം. കാര്യം എൻ്റെ അനിയനും അവരും ഇപ്പം എൻ്റെ വൈഫും എല്ലാവരും വന്ന് വളരെ കാര്യമായിട്ടാണ് നോക്കുന്നത്. ഈ മരണം നടക്കുന്നതിന് തലേ ദിവസം പോലും എൻ്റെ അനിയൻ അമ്മയും കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി, ക്ഷേത്രത്തിലൊക്കെ പോയി ഇട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം. അതാണ് ഒരു സഹിക്കാൻ പറ്റാത്തത്. പ്രമുഖ പത്രങ്ങളിലൊക്കെയാണ് ചിലതിലൊക്കെയാണ് വന്നത്. പക്ഷെ ചിലരൊക്കെ മാന്യമായിട്ട് നേരെ ഉള്ള രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലർ ബന്ധുക്കൾ തന്നെ വന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതൊരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ അമ്മ കുറച്ച് നാളായിട്ട് ഇതേക്കണക്ക് പാർക്കിൻസൺസിൻ്റെ രോഗമായിട്ട് ഒരു 4 കൊല്ലം അടുപ്പിച്ചുള്ള ആയിട്ട് പാർക്കിൻസൺസിൻ്റെ രോഗമായിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 1 കൊല്ലമായിട്ട് ഇപ്പം കിടപ്പിലാണ്. അപ്പം നോക്കുകയും എല്ലാം ചെയ്യുന്നത് അച്ഛനും അനിയനും ഒക്കെ കൂടെയാണ്. അപ്പം കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് ഇപ്പം രോഗം ഇത്തിരി മൂർച്ഛിച്ച് ഇപ്പം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം പിടിച്ച് എന്ത് കാര്യങ്ങളും പരസഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലും ഇതിലൊക്കെ ആയിരുന്നു അച്ഛനും. പിന്നെ അതിൻ്റെ ഇതിലായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം വന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് അച്ഛൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അനിയന് ലീവ് ഉണ്ടെങ്കിൽ അനിയൻ നോക്കാറുണ്ട്. അനിയൻ പോലീസിലാണ്, അപ്പോൾ അനിയൻ നോക്കാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അനിയൻ ഇല്ലാത്ത സമയത്ത് അച്ഛനും ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് വരാറുണ്ട്. എൻ്റെ വൈഫ് ഇവിടെ വന്ന് അമ്മ നോക്കുന്ന ആഹാരം കൊടുക്കുകയും വീട്ടിലെന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുകയും കുളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അമ്മയെ ഇവിടെ കിടത്തിയിട്ട് തന്നെയാണ് പോവാറ്. അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾക്കൊന്നും മുടക്കങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്നുള്ള കരുതലായിരിക്കുമല്ലോ അച്ഛനെ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സാഹചര്യം, ഈ അസുഖത്തിൽ നിന്നൊരു പൂർണ്ണമായ മോചനം ഇല്ലെന്ന് അറിഞ്ഞ സമയം മുതൽ അച്ഛനൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം അച്ഛനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ അസുഖം മാറി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്നൊരു മാറ്റം പൂർണ്ണമായിട്ടില്ല, ഇതിനൊരു പൂർണ്ണ ചികിത്സ ഇല്ല. കുറച്ചാണ് കൂടെ കഴിയുമ്പം പൂർണ്ണമായിട്ട് പാരലൈസ് ആയി പോകുമെന്നുള്ളൊരു കാര്യം അച്ഛന് മനസ്സിലാക്കിയ സമയം മുതൽ അച്ഛന് ഇത്തിരി വിഷമതകളുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാവാം. എനിക്ക് വയ്യാതായിട്ട് 1-2 വർഷമായോ? അമ്മയ്ക്ക് ഇപ്പം തീരെ ഇങ്ങനെ കിടപ്പിലായിട്ട്. അപ്പം അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായി. അപ്പം ആ അനിയൻ്റെ കല്യാണ സമയത്തും ഒക്കെ അമ്മയ്ക്ക് വയ്യായിക ഉണ്ട്. എന്നിരുന്നാലും ഇത്രത്തോളം ഇല്ല. പെട്ടെന്ന് ഇപ്പം വയ്യാതെ കിടപ്പിലായി. പിന്നെ ഇരിക്കാനോ എഴുന്നേൽക്കാനോ എന്തായിരുന്നാലും ഉണ്ടെങ്കിൽ ഒരാൾ പിടിക്കണം. ഒരാൾ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. മനോവിഷമത്തിലായിരിക്കണം ഇത് ചെയ്തത്. ഞാൻ മരിച്ചു പോയാലും അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ എന്ന് കരുതിയായിരിക്കാം പക്ഷേ ഈ മരണം ആവശ്യമില്ലാത്ത ഒരു മരണമായിപ്പോയി എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു ആ മൃതദേഹം. ഞാൻ കണ്ട മൃതദേഹമാണ്. ഇവരെ എനിക്ക് നേരത്തെ ഇവിടെ വന്ന കാലം മുതൽ അറിയാം. ഈ പെങ്കൊച്ച് അങ്ങനെയുള്ള ഒരു ഒന്നും അല്ല, സൗമ്യമായ ഒരു പെങ്കൊച്ചായിരുന്നു. 62 വയസ്സ് വരെ എൻ്റെ പ്രായമാണ്. അവളൊരു തയ്യക്കാരിയായിരുന്നു. ഈ ബാലചന്ദ്രനും ഒരു പ്രശ്നക്കാരനല്ല, കൊത്തപ്പണിയായിരുന്നു, ഗൾഫിലൊക്കെ ആയിരുന്നു. 2 ആൺമക്കളാണ്. ഒരാൾ ഓട്ടോറിക്ഷ ഓടുന്നു, ഒരാൾ രണ്ടാമത്തവൻ പോലീസിലാണ് ജോലി. ഇവർക്ക് ഇപ്പോൾ ചെറിയ അസുഖങ്ങളുണ്ട്. എണീറ്റ് നിന്നാൽ കുറച്ച് ദൂരം നടക്കാൻ പറ്റും, മറിഞ്ഞു വീഴും. അങ്ങനെ ഭയങ്കര കിടപ്പ് രോഗിയല്ല. എങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ ഈ ഭർത്താവായ ബാലചന്ദ്രനാണ് നോക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഈ ആളിനെ നമ്മൾ പുറത്തോട്ടൊന്നും കാണാറില്ല. വേറെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ ജയകുമാരി പോവാറുണ്ട്. എല്ലാ ആൾക്കാരോടും നല്ല സഹകരണ മനോഭാവമുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ എന്താണ് ഇവർക്ക് ഈ മാനസികമായി എന്താണ് ഇത് തോന്നാനുള്ള കാരണമെന്ന് നമുക്കറിയില്ല. അവർ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അല്ലാതെ ഈ
സംഭവം ഉണ്ടാവാനായിട്ടൊരു കാരണം നമുക്ക് ആർക്കും തന്നെ ആ ഭാഗത്തുള്ള ഒരു മനുഷ്യർക്കും അറിയില്ല. കിടപ്പാണെന്ന് പറയുന്നത് ഇതാണ്. എണീറ്റാൽ ചിലപ്പം കാല് ബാലൻസ് ഇല്ലാതെ വീണു പോകും. അങ്ങനെയാണ്. 2 മക്കളും കുടുംബമായി അടുത്ത് അവരെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇളയ മകൻ താമസിക്കുന്നത്. അവൻ അവിടെ വീട് വെച്ച് താമസിക്കുകയാണ്. എങ്കിലും ഇവരുടെ ഇതുകൊണ്ട് ഈ വീട്ടിൽ പോലും സ്ഥിരതാമസമല്ല. അവരെ വീട്ടിൽ തന്നെ, ആ കുഞ്ഞു വീട്ടിൽ തന്നെയാണ് അവരുടെ സ്ഥിരതാമസം. വീട്ടിലെല്ലാ കാര്യവും എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു 2 വർഷം കൊണ്ട് പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പാചകവും ഇവരുടെ ശുശ്രൂഷയും ആശുപത്രി കൊണ്ടുപോകുക എല്ലാ കാര്യവും. ഇതിനിടയിൽ ശനിയാഴ്ച അയൽപ്പക്കാർ പറയുന്നു ക്ഷേത്രത്തിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി കാണിച്ചു. കാറിൽ കൊണ്ടുപോയി തിരിച്ചതുപോലെ അവർ വന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി നിന്ന് തൊഴാനുള്ള സമയം അവർക്ക് പറ്റുമായിരുന്നു. അപ്പോൾ ഫുൾ കിടപ്പ് രോഗി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. നല്ല സ്നേഹത്തിൽ പോകുന്ന ആൾക്കാരാണ്. ഇനി എന്താണ് അപ്പോഴും ഉണ്ടായ പ്രചോദനമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. മനുഷ്യനല്ലേ, നമുക്കതറിയില്ല. ഈ ജയകുമാരി എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ്. കുട്ടിയാണ്, നമ്മൾ കൊച്ചുനാളിലെ അറിയാമെന്നുള്ളതാണ്. ഒരുമിച്ചാണ് സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ബാലേന്ദ്രൻ എന്നാളുടെ വിവാഹം കഴിച്ച് ഇവിടെ അവർക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥനും ഒന്ന് ഒരു ഓട്ടോ ഡ്രൈവറുമാണ്. ഒരു നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞത്. ഇടയ്ക്ക് ഈ ജയകുമാരിക്ക് ഒരു അസുഖം ബാധിക്കുകയും അതോടൊപ്പം ചില ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്തു. സ്കൂട്ടറിൽ നിന്ന് വീഴുന്നു. അതിനുശേഷം ന്യൂറോ സംബന്ധമായ ചികിത്സയിലായിരുന്നു. പാർക്കിൻസൺസ് ആയിരുന്നു. പിന്നെ കാഴ്ച കുറഞ്ഞു. ഈ ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ബാലേന്ദ്രൻ ഈ ഡെവലപ്പ് ചെയ്യുമെന്നുള്ള, ഈ രോഗമുക്തി നേടുമെന്നുള്ള ഒരു വിശ്വാസം ഈ ബാലചന്ദ്രനുണ്ടായിരുന്നു, ഭർത്താവിനുണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ബാലചന്ദ്രന് ഒരു ഹാർട്ടിൻ്റെ ചികിത്സ നടത്തിയിരുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ന്യൂറോ സംബന്ധമായി ഒരു പരിശോധന നടത്തി. ന്യൂറോ സംബന്ധമായ ഡോക്ടർ ഒരു നിർദ്ദേശം കൊടുത്തതെന്ന് വെച്ചാൽ ഇനി കൂടുതൽ ഡെവലപ്പ് ആവാൻ സാധ്യത കുറവാണ് എന്നൊരു ഡോക്ടർ അഭിപ്രായപ്പെട്ടു. അത് ഈ ബാലചന്ദ്രനെ മാനസികമായിട്ട് തളർത്തിയെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. പിന്നെ ഈ സംഭവം നടന്നതെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ഒന്നും വേറെ ആരും ഇല്ലായിരുന്നു. മൂത്ത മകൻ ഇവിടെ അല്ല താമസിക്കുന്നത്. ഇളയ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് വിവാഹം കഴിച്ച് ഭാര്യ സിസേറിയൻ കഴിഞ്ഞ് അവിടെ ഭാര്യ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ അവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ ബാലചന്ദ്രൻ ഒരു 10:15 മണിയോടുകൂടി ഈ മൂത്ത മകൻ്റെ ഭാര്യ രമ്യ എന്ന കുട്ടിയെ വിളിക്കുകയും ഞങ്ങൾ ദൂരസ്ഥലത്തേക്ക് പോവുകയാണെന്നും അവിടെ ഒരു പട്ടിയുണ്ട്, ആ പട്ടിക്ക് കൃത്യമായിട്ട് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടി ട്യൂഷൻ എടുക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഏകദേശം 1 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു അനക്കവും ഇല്ല. വീണ്ടും അവരെ ബന്ധുക്കളെ താഴെയുണ്ട്, താഴെ പോയി. ഭാര്യയുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ആയിരുന്നു. വീട്ടിലെല്ലാ കാര്യം പുള്ളി തന്നെ ചെയ്യുന്നു. ആഹാര സാധനം, ഇറച്ചി വാങ്ങും. ഇപ്പോൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വാങ്ങാൻ പോകും. സ്വന്തമായിട്ട് തന്നെ പാചകം ചെയ്ത് കൊടുക്കും. ഈ ആഹാരത്തിൻ്റെ ഒരു പങ്ക് മകന് മരുമകളെ വിളിച്ച് മകളെ ഏൽപ്പിക്കും. സ്വന്തമായിട്ട് തന്നെ ചന്തയിൽ പോടുന്നതും എല്ലാം ചെയ്യുന്നു. ജയകുമാരിയെയും ബാലേന്ദ്രനെയും നമുക്കറിയാം. അവർ നല്ല ഫാമിലിയാണ്. നല്ല സമാധാനപരമായിട്ട് ജീവിച്ച ഒരു കുടുംബമാണ്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പേ ജയകുമാരിക്ക് സുഖമില്ല അറിയാം. പുള്ളിക്ക് ഷുഗർ വന്നിട്ട് കണ്ണിന് കാഴ്ച കുറയുകയും പിന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അവരുടെ മരുമകളാണ് വന്ന് ശുശ്രൂഷിക്കുന്നതും നോക്കുന്നതും. അങ്ങനൊരു വിഷമം ആ കുടുംബത്തിലുണ്ട്. അല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സാധാരണ നല്ല സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ടും ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. മക്കളൊക്കെ നല്ല രീതിയിൽ പിന്നാണ് ജീവിച്ചു പോകുന്നത്. ഒരു മകൻ പോലീസിലാണ് ജോലി, ഒരു മകൻ ഓട്ടോ ഓടിക്കുന്നു. അവരൊക്കെ നല്ല പിള്ളേരാണ്. ഈ ബാലചന്ദ്രൻ എന്നുള്ള മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ഒരയൽവക്കത്തോ അല്ലെങ്കിൽ ഈ നാട്ടിലോ ഒന്നും അവരെ കൊണ്ട് ഒരു ശല്യമോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ നല്ല കുടുംബപരമായിട്ട് നന്നായിട്ട് നല്ല ഫാമിലി ആണ് അവർ മാത്രമല്ല, അവർ ഇളയതും മൂത്തതും എല്ലാവരും അങ്ങനെയാണ്. ആർക്കും ഒരു ദോഷമായിട്ടുള്ള ഒരു കുടുംബമല്ല. പിന്നെ എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഭാര്യയായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. ഭാര്യയുമായിട്ട് നല്ല സ്നേഹമായിരുന്നു. ഭാര്യയെ നന്നായിട്ട് നോക്കുന്ന ആളായിരുന്നു. പിന്നെ മറ്റൊന്നും നമുക്ക് ആ കുടുംബത്തെ പറ്റി ദോഷമായിട്ട് ഒന്നും തന്നെ പറയാനില്ല. പിന്നെ അയൽവക്കാരോടായിട്ട് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഒന്നുമില്ല. ഒരു കേസോ വഴക്കോ ഒന്നും ആ കുടുംബത്തെ പറ്റി നല്ല ഒരു ഫാമിലിയാണ്. പിന്നെ എന്താണ് ഇങ്ങനെ അങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ.
വീട്ടിലെ എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ചെയ്തത്, ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്. പിന്നെ മരുമകൾ വന്ന് സഹായിക്കുന്നുണ്ട്. ഇളയ മോൻ്റെ ഭാര്യ പ്രസവ സംബന്ധമായിട്ട് അവരുടെ വീട്ടിലായിരുന്നു. മറ്റു ഫാമിലിയിൽ മറ്റുള്ളൊരു ഭാവവും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വഴക്കോ പ്രശ്നമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അവർ നല്ല കുടുംബക്കാരാണ്. നല്ല രീതിയിൽ ഈ ബാലചന്ദ്രൻ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ജോലിക്കാരനാണ്. പിന്നെ ജോലിക്കൊക്കെ പോകും. അങ്ങനെ മറ്റൊന്നുമില്ല. നന്നായിട്ട് കുടുംബം വളർത്തിക്കൊണ്ടുപോയ മനുഷ്യനാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ആർക്കും അറിയാൻ പറ്റില്ല. ഇങ്ങനെ പിന്നെ ഭാര്യയ്ക്ക് അസുഖം കൊണ്ട് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായതാണോ, അങ്ങനെ മാനസികമായിട്ട് ചെയ്തതാണോ, അവർ കരുതി കൂട്ടി ഇങ്ങനെ ചെയ്തതാണോ, അതൊന്നും നമുക്കറിയാൻ പറ്റില്ല.